ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമായി അമ്പലത്തിൽ ഇഫ്താർ സമൂഹ നോമ്പുതുറ നടത്താനുള്ള നീക്കം ബജ്രംഗ് ദൾ കണ്ണൂർ ജില്ലാ കാര്യകർത്താക്കൾ തടഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല എന്നായിരുന്നു ക്യാപ്സ്യൂൾ. ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആര് പറഞ്ഞെന്ന് കേൾക്കണ്ടേ? കേൾക്കാം, കേട്ടോളൂ. ഒരു നോട്ടീസ് കണ്ടായിരുന്നു, സമൂഹ നോമ്പുതുറയും സ്നേഹസംഗമവും എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുടെ. ഇതിപ്പോ അമ്പലത്തിൽ വെച്ചിട്ടല്ലേ നടത്തുന്നേ? സ്റ്റേജില് ഓഡിറ്റോറിയത്തിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളിതിപ്പോ ഈ പരിപാടി ഇതിപ്പോ നോമ്പുതുറയും ക്ഷേത്രവുമായിട്ട് എന്താണ് ബന്ധം? ഇല്ല, കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ പരിപാടി നടത്തിയാണ്. കഴിഞ്ഞ കലശത്തിന്റെ സമയത്ത് അത് നമ്മളെ കലശ കമ്മിറ്റിന്റെ ഒരു തീരുമാനം അത് എടുത്തിട്ടുള്ളത്. വീരപഴശ്ശി കേരളവർമ്മയുടെ കുലദേവതയായ ശ്രീ പോർക്കലി ദേവി കുടികൊള്ളുന്ന മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ഇഫ്താർ സംഗമമാണ് ബജ്രംഗ് ദൾ ഇടപെടലിനെ തുടർന്ന് ക്ഷേത്രം കമ്മിറ്റി വേണ്ടെന്ന് വെച്ചത്. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സംഗമം നടത്താനുള്ള നീക്കം വിവാദമായപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർ ഇടപെടുകയും ചെയ്തു. ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പോർക്കലി കലക്ഷ കമ്മിറ്റിയാണ് മുഴക്കുന്ന് മഹൽ നിവാസികൾക്ക് സമൂഹ നോമ്പുതുറയും സ്നേഹ സംഗമവും ഒരുക്കിയത്. മാർച്ച് 26 വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ CPM പ്രവർത്തകരടങ്ങുന്ന കമ്മിറ്റിയാണ് ദൈനംദിന കാര്യങ്ങൾ നടത്തിവരുന്നത്. ക്ഷേത്രോത്സവവും മറ്റു ചടങ്ങുകളും നടക്കുന്നത് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലുമാണ്. ക്ഷയാത്രായതേ ഇതി ക്ഷേത്രം, ഹിന്ദുവിനെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്ന ക്ഷേത്രങ്ങളെ രാക്ഷസം ബോർഡ് മുക്തമാക്കുക, മതേതര മുക്തമാക്കുക. അമ്പലം എന്നാൽ ചുവരല്ലേ, വിഗ്രഹം എന്നാൽ കല്ലല്ലേ എന്ന് പാടി നടന്നവർക്ക് എന്ത് ക്ഷേത്രം, എന്ത് ധർമ്മം? അന്ന് പൊളിക്കാൻ നടന്നിട്ട് നടക്കാത്തത് കൊണ്ട് ഇന്ന് ക്ഷേത്ര തത്വങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ നടക്കുകയാണ് കമ്മികൾ. ദേവന്റെ ശരീരമാണ് ക്ഷേത്രങ്ങൾ. അവിടെ ചില ആചാരങ്ങൾ ഋഷിമാർ നിഷ്കർഷിച്ചിട്ടുള്ളത് കമ്മികൾ എന്ന അസുരന്മാരെ അവിടെ കയറ്റാതിരിക്കാൻ തന്നെയാണ്. സനാതനധർമ്മത്തിനെതിരായ ആസൂത്രിത പ്രവർത്തനങ്ങൾക്കുള്ള ഇടമല്ല ക്ഷേത്രങ്ങൾ. അതിന് മറ്റിടങ്ങളുണ്ട്, അവിടെ ആയിക്കൊള്ളുക. വിഷുവിന് എത്ര പള്ളികളിൽ കണിയൊരുക്കി മതേതരം കാണിക്കും മറ്റു മതസ്ഥർ? ഓണത്തിന് എത്ര പള്ളികളിൽ അത്തമിട്ട് തൃക്കാക്കരാപ്പനെ പ്രതിഷ്ഠിച്ച് അപ്പവും അടയും നിവേദിച്ച് ഹിന്ദുക്കൾക്ക് സദ്യ ഒരുക്കും മറ്റു മതസ്ഥർ? അതൊക്കെ ഇനി മറ്റുള്ളവർ അവരുടെ ആരാധനാലയങ്ങളിൽ ചെയ്യുന്നു എന്നിരിക്കട്ടെ. എന്നാൽ പോലും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ആചാരവിരുദ്ധം ആയി ഒന്നും ചെയ്യാനാവില്ല. കാരണം മറ്റുള്ള മതസ്ഥരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ് അവരുടെ ആരാധനാലയങ്ങൾ. എങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മന്ത്രദ്രഷ്ടാക്കളായ ഋഷീശ്വരന്മാർ വിഭാവനം ചെയ്ത ഉപാസനാമൂർത്തികളുടെ ഊർജ കേന്ദ്രങ്ങളാണ്, ദേവശരീരങ്ങളാണ്. ക്ഷേത്രങ്ങൾ അവിടെയുള്ളത് ദേവശരീരമാണ്, ചുവരുകളല്ല, വിഗ്രഹത്തിൽ കൂടെ കാണുന്നത്. ഇനി മറ്റുള്ളവർ അവരുടെ ആരാധനാലയങ്ങളിൽ ചെയ്യുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ പോലും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ആചാരവിരുദ്ധമായി ഒന്നും ചെയ്യാനാവില്ല. കാരണം മറ്റുള്ള മതസ്ഥരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ് അവരുടെ ആരാധനാലയങ്ങൾ. എങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മന്ത്രദ്രഷ്ടാക്കളായ ഋഷീശ്വരന്മാർ വിഭാവനം ചെയ്ത ഉപാസനാമൂർത്തികളുടെ ഊർജ കേന്ദ്രങ്ങളാണ്, ദേവശരീരങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ ഉള്ളത് ദേവശരീരമാണ്, ചുവരുകളല്ല. വിഗ്രഹത്തിൽ കൂടെ കാണുന്നത് ബ്രഹ്മതത്വമാണ്. കല്ലിനെയല്ല അവിടം കാത്തുരക്ഷിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളാണ്, മതേതര കമ്മികളല്ല.